BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മദ്രസ പഠനത്തെ ബാധിക്കുന്ന സ്കൂൾ സമയമാറ്റത്തിൽ നിന്നും സർക്കാർ പിന്മാറണം എന്നാണ് സമസ്തയുടെ ആവശ്യം. സർക്കാർ നീക്കത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തും. ഓഗസ്റ്റ് 5 കളക്ടറേറ്റിന് മുൻപിൽ ധർണയും സെപ്റ്റംബർ 30 സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുമെന്ന് സമസ്ത അറിയിച്ചു. കേരള സർവകലാശാലയുടെ അകത്തും പുറത്തും സംഘർഷം. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ AISF പ്രവർത്തകർ. കേരള സർവകലാശാലയുടെ അകത്തും പുറത്തും പ്രതിഷേധവുമായി സംഘടനകൾ. സർവകലാശാലയ്ക്കകത്ത് AISF പ്രവർത്തകരും പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി എത്തിയത്. മനസ്സിലാകാത്ത ഭാഷയിൽ മരുന്ന് എഴുതരുതെന്ന് ഉപഭോക്തൃ കമ്മീഷൻ. മരുന്നുകളുടെ കുറിപ്പടി വായിക്കുവാൻ കഴിയുന്ന തരത്തിൽ എഴുതുവാൻ ഡോക്ടർമാർ ശ്രദ്ധിക്കണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. മരുന്നുകളുടെ ജനറിക് പേരുകൾ വായിക്കുവാൻ കഴിയുന്ന വിധത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതണം. ചട്ടങ്ങളിൽ പറയുന്ന പോലെ യുക്തിസഹമായ രീതിയിലാകണം മരുന്നുകൾ നിർദ്ദേശിക്കേണ്ടത്. മെഡിക്കൽ രേഖകൾ താമസമില്ലാതെ രോഗികൾക്ക് ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ചു. ഡോൺ സഞ്ജു കുടുംബത്തോടൊപ്പം മുന്നിൽ, പിന്നാലെ ഈന്തപ്പഴ ടിന്നിൽ MDMAയുമായി പിക്കപ്പ്. കോടികളുടെ ലഹരി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും കേന്ദ്ര ഏജൻസികളെ എല്ലാം വെട്ടിച്ചെത്തിയ സംഘത്തിൽ നിന്നും നാടകീയമായാണ് കോടികൾ വില വരുന്ന MDMA പോലീസ് പിടികൂടിയത്. പോലീസിന്റെ കണ്ണു വെട്ടിക്കുവാനായി പിക്കപ്പ് വാനിൽ കടത്തിയ ലഹരിയാണ് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടികൂടാനായത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നടന്നത് പിടിവലി. ഉണ്ണിമുകുന്ദൻ മാനേജറുടെ കണ്ണട എറിഞ്ഞു പൊട്ടിച്ചെന്ന് കുറ്റപത്രം. മുൻ മാനേജർ വിപിൻ കുമാറിനെ നടൻ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചിട്ടില്ലെന്ന് പോലീസിന്റെ കുറ്റപത്രം. മർദ്ദനം നടന്നതായി തെളിവില്ലെന്നാണ് കണ്ടെത്തൽ. ഇൻഫോ പാർക്ക് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചിട്ടില്ലെന്ന കുറ്റപത്രം പോലീസ് സമർപ്പിക്കുന്നത്. നൊബേൽ പുരസ്കാരത്തിന് അർഹനാണെന്ന് കേജ്രിവാൾ. അഴിമതി വിഭാഗത്തിലാകുമെന്ന് BJP. മികച്ച ഭരണത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് താൻ അർഹനാണ് എന്ന ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അവകാശവാദം പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ചൊവ്വാഴ്ച ചണ്ഡീഗഡിൽ നടന്ന ദ കെജ്രിവാൾ മോഡൽ എന്ന പുസ്തകത്തിന്റെ പഞ്ചാബി പതിപ്പിന്റെ പ്രകാശന വേളയിലാണ് കേജ്രിവാൾ നൊബേൽ വിവാദത്തിന് തിരികൊളുത്തിയത്. ഡൽഹിയിലെ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാൻ ആവർത്തിച്ച ശ്രമങ്ങൾ നടന്നിട്ടും തന്റെ നേതൃത്വത്തിൽ ഭരണം കാര്യക്ഷമമായി നടപ്പിലാക്കി എന്നാണ് കേജ്രിവാൾ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടമിടിഞ്ഞു വീണ ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടതിലും ആരോഗ്യമേഖലയിലെ തകർച്ചയിലും പ്രതിഷേധിച്ച് അങ്കമാലിയിൽ വച്ച് മന്ത്രി വാസവനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ കള്ളക്കേസെടുത്ത് ജയിലിലടച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻറ്റോ P. ആന്റു, വിപിൻ ദാസ്, ജോണി ക്രിസ്റ്റഫർ, റിൻസ് ജോസ്, സോണി പനന്താനം എന്നിവർക്ക് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശ്രീമൂലനഗരത്ത് സ്വീകരണവും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രകടനവും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK സിറാജ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PN ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KN കൃഷ്ണകുമാർ, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് PH അസ്ലം, പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ, VV സെബാസ്റ്റ്യൻ, KC മാർട്ടിൻ, KA ജോണി, സുരേഷ് കുളങ്ങര, KS ചന്ദ്രശേഖരൻ, EV വിജയകുമാർ, ജിനാസ് ജബ്ബാർ, മനോജ് PS, മഞ്ജു നവാസ്, സിന്ധു പാറപ്പുറം, വർഗീസ് AP, സുകുമാരൻ VK, TB റഷീദ്, ഡേവിസ് കൂട്ടുങ്ങൽ, VJ ആന്റു, അൽഫോൺസ വർഗീസ്, മുഹമ്മദ് നിസാം, റോബിൻ കുര്യൻ, ഷമീർ അബ്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.